കേരളത്തിലെ ശവം തൂക്കുകാരാണ് ഇന്ന് കോൺഗ്രസ്. വയനാട്ടിലെ മൃതശരീരങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ഇന്ന് മാധുവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം വളരെ വൃത്തിയായിട്ട് നമ്മുടെ കോൺഗ്രസ് ശവം തൂക്കുകാരാണ് എന്ന രീതിയിലുള്ള ഒരു വർത്തമാനം പറഞ്ഞത്. കൃത്യമായിട്ടും അത് കോൺഗ്രസിന് നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് അതിഭീകരമായി കൊണ്ടു എന്ന് തന്നെ പറയണം. അങ്ങനെ ഇരിക്കുകയാണ് മാധുവുമായിട്ട് ഇന്നൊരു ചർച്ച നടന്നത്. ആ ചർച്ചയുടെ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ LDF വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് KS അരുൺകുമാറാണ്. മാധുവാണ് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്നത് രാജു P നായരാണ്. ഇവിടെ സംഭവിച്ച രസകരമായ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ആ ഒരു ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ അയാൾക്ക് എവിടെന്നെയോ ഒരു ഇൻഫർമേഷൻ കിട്ടി. ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് CPM കൂടി ഫണ്ട് മുക്കിയിട്ടുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനാണ്. ഇതിന്റെ കേന്ദ്ര കമ്മിറ്റി ഫണ്ട് മുക്കിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള എന്തൊരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഇൻഫർമേഷനാണ് രാജു P നായർ എന്ന് പറയുന്ന ആ കോൺഗ്രസ് വക്താവിന് കിട്ടിയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവം ആ ഒരു വിഷയവുമായിട്ട് സംസാരിക്കാൻ വന്നു. അതിഭീകരമായിട്ടാണ് സംസാരിക്കാൻ വന്നത്. ഇവർക്ക് ശവം തൂക്കുകാർ എന്ന് പറയുന്ന വാക്ക് ഗംഭീരമായിട്ട് അവർക്ക് കൊണ്ടിട്ടുണ്ട് എന്നൊരു ഉദാഹരണം നമുക്ക് ഈ ചർച്ച കണ്ടാൽ മനസ്സിലാവും. ശവം തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? അരുൺകുമാറിനെ പോലത്തെ ശവം തൂക്കികളെ എത്ര രൂപ ശവം തൂക്കികളെ? Wayanad Relief Fund is being set up at the CPM Central Committee Office, AK Gopalan Bhavan, 2729 Bhaivir Singh Marg, New Delhi. Address കൊടുക്കുന്നു. ഒരുപക്ഷെ ഇത് കാണാത്ത ആളുകളോടാണ് ഇവിടെ നടക്കുന്നത്. ശവം തൂക്കികൾ ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരാണ്. നിങ്ങൾ വയനാട് വേണ്ടി നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി പിരിച്ച പൈസ എവിടെ? അത് വയനാട് കൊടുത്തിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അങ്ങനെ ശവം തൂക്കുകാർ നിങ്ങളാണ്, ശവം തൂക്കുകാരെ നിങ്ങൾ എത്ര മോഷ്ടിച്ചു എന്ന് പറയുന്ന രീതിയിൽ ഭീകരമായിട്ട് അസഭ്യം പറയുന്ന രീതിയിൽ രാജു P നായർ ഇങ്ങനെ കിടന്ന് കൊടുമ്പിരി കൊള്ളുമായിരുന്നു. പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളൊരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്. CPMന്റെ സൈറ്റിലേക്ക് കയറി നോക്കാനും അവരെത്ര ചെലവഴിച്ചു, അവർ ആർക്കൊക്കെ കൊടുത്തു എന്നുള്ള കണക്കുകളൊക്കെ അതിലുണ്ട് എന്നുള്ളതാണ്. മാധു അപ്പോൾ തന്നെ അവരുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് സെർച്ച് ചെയ്യുന്നു. കേന്ദ്ര കമ്മിറ്റി ഓഫീസിന്റെ സൈറ്റ് സെർച്ച് ചെയ്യുന്നു. ആ സൈറ്റ് സെർച്ച് ചെയ്തിട്ട് ഒരു കണക്കെടുക്കുന്നു എന്നുള്ളതാണ്. ആ കണക്കെടുത്തിട്ട് അത് വായിക്കാനുള്ള ശ്രമമാണ് പിന്നെ മാധു നടത്തുന്നത്. Bank details of for sending money to Wayanad Relief Fund and account number കൊടുക്കുന്നു. ഇതിലേക്ക് സംഭാവന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോഴും CPMന്റെ സൈറ്റിൽ കിടക്കുന്നതാണ്. അങ്ങേക്ക് വെരിഫൈ ചെയ്യാൻ കഴിയുമെങ്കിൽ പറയൂ. അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ശവം തൂക്കികളെ എത്ര രൂപ മോഷ്ടിച്ചു? അരുൺകുമാറിനെ പോലത്തെ ശവം തൂക്കികളെ എത്ര രൂപ ശവം തൂക്കികളെ? പക്ഷേ ആ നിമിഷത്തിലും അരുൺകുമാർ പറയുന്നത് ഇപ്പോൾ കിട്ടിയ കണക്ക് ശരിയാണെന്നല്ല. വേണമെങ്കിൽ ചർച്ചയ്ക്കിടയിൽ ഇതാ ആ ഒരു സൈറ്റ് ശരിയാണ്, ആ സൈറ്റ് തന്നെയാണ് എന്ന രീതിയിൽ പറഞ്ഞു കളയാം. പക്ഷെ അരുൺകുമാർ പറയുന്നത് ഒന്ന് വെരിഫൈ ചെയ്യണം. കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് തെറ്റുപറ്റാൻ സാധ്യതയില്ല, CPMന് തെറ്റുപറ്റാൻ സാധ്യതയില്ല. CPMന്റെ കേന്ദ്ര കമ്മിറ്റി കൃത്യമായിട്ട് പണം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് എന്ന രീതിയിൽ അരുൺകുമാർ വളരെ സമയത്ത് കൂടിയിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ നിമിഷങ്ങളിലെല്ലാം ശവം തൂക്കികളെ എന്ന് രാജു P നായർ അസഭ്യം പറയുന്ന പോലെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അരുൺകുമാറിനെ വിളിച്ചു പറയുന്നത്. പക്ഷെ അരുൺകുമാർ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ കിട്ടിയ സൈറ്റ് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം എന്ന് മാത്രമാണ് അരുൺകുമാർ പറയുന്നത്. ഇതാ പറഞ്ഞേ കോൺഗ്രസ്സുകാർക്ക് നല്ലതുപോലെ കൊണ്ടിട്ടുണ്ട്. സ്വരാജിന്റെ ശവം തൂക്കികളാണ് കോൺഗ്രസ്സുകാർ എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം അത് അവർക്ക് കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ട്. ചങ്കിൽ എവിടേക്കോ തറച്ചിട്ടുണ്ട്. കാരണം അവർ ചെയ്തൊരു കാര്യമാണ് എടുത്ത് വിളിച്ചു പറയുന്നത് എന്നുകൊണ്ട് തന്നെ. നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് വെരിഫൈ ചെയ്യട്ടെ. CPM സ്വരാജ് ആ വിളിച്ചത് നന്നായിട്ട് കോൺഗ്രസ്സുകാർക്ക് കൊണ്ടിട്ടുണ്ട്. സ്വരാജ് ഞങ്ങളെ വിളിച്ചില്ലേ എന്ന രീതിയിൽ അത് ഭീകരമായിട്ട് അസഭ്യം പറയുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു ചാനലിന്റെ ചർച്ചയാണ് ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരുന്നത് കേട്ടോ. Set up by the CPM Central Committee Office, AK Gopalan Bhavan, New Delhi, 110. Central Committee appeals all to generously donate to this fund. Bank details, account name, Communist Party of India, Marxist,
അക്കൗണ്ട് നമ്പർ 076210043283. ബാങ്ക് പഞ്ചാബ് ആൻഡ് സിംഗ് ബാങ്ക്, ബ്രാഞ്ച് ഭായ് വീർ സിംഗ് സാഹിത്യ സദൻ, ന്യൂഡൽഹി. ഈ അക്കൗണ്ടിൽ എത്ര രൂപ വന്നു കുമാരൻ? നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോഴും ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾ വയനാട് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഫണ്ടാണ്, ഉണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ടാണ്. എത്ര രൂപ വന്നു? അരുൺകുമാർ പറ, എത്ര രൂപ വന്നു? ഞാൻ ഒരു വിഷയം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ അരുൺകുമാറിനോട് ആ കണക്ക് അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, ആ സൈറ്റിൽ കയറി നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ ഞാൻ ആ കണക്ക് ഇവിടെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അരമണിക്കൂറിനുള്ളിൽ CPM സെൻട്രൽ കമ്മിറ്റി ഓഫീസ് ആ ഒരു വിവരം പബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. അരമണിക്കൂറിനുള്ളിൽ, ഈ ചർച്ച നടന്ന ഒരു അരമണിക്കൂറിനുള്ളിൽ CPM സെൻട്രൽ കമ്മിറ്റി ഓഫീസ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത തുക ഇത്രയാണ് എന്ന് പറഞ്ഞ് ഈ ചർച്ച കഴിഞ്ഞപ്പോഴേക്കും അവരത് പബ്ലിഷ് ചെയ്തു. കേൾക്കുന്നുണ്ടെങ്കിൽ രാജു പി നായർക്ക് കൂടി വേണ്ടിയാണ്. 21/3/2025 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CPM സെൻട്രൽ കമ്മിറ്റി AKG ഭവൻ ന്യൂഡൽഹി 92 lakh rupees കൊടുത്തതായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. CMDRFന്റെ നമ്പർ കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബി നമ്പർ C332336 എന്ന നമ്പറിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 21/3/2025 92 ലക്ഷം രൂപ CPM സെൻട്രൽ കമ്മിറ്റി നേരത്തെ മാധു പറഞ്ഞ അക്കൗണ്ടിലൂടെ പിരിച്ച പണം അടച്ചിട്ടുണ്ട്. ഇനി ചോദ്യം, കോൺഗ്രസ് പിരിച്ച പണം എത്ര, അതിൽ എത്ര ബാക്കി, ഏത് അക്കൗണ്ടിൽ നിന്ന്? ആലോചിച്ച് നോക്കി, ഇതാണ് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അവരെ നേരത്തെ ഒരു ചോദ്യം വരുന്നു, വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ CPM കേന്ദ്ര കമ്മിറ്റി പൈസ പിരിച്ചിട്ടുണ്ട്, ആ പിരിച്ച് എത്ര തുക കൊടുത്തു എന്നുള്ളതാണ്. നോക്കൂ, ആ ഒരു ചോദ്യം വന്ന് അരമണിക്കൂറിനുള്ളിൽ വിത്ത് ബാങ്ക് റിസിപ്റ്റിന്റെ കണക്കുകളും കൊടുത്ത ഡേറ്റും അടക്കമുള്ള എല്ലാ രേഖകളും സോഷ്യൽ മീഡിയയിൽ അവർ പബ്ലിഷ് ചെയ്യണം. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, വയനാടിന് വേണ്ടിയിട്ട് പൈസ പിരിക്കാൻ വേണ്ടി, വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു ആപ്പ് ഉണ്ടാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുവഴിയാണ് കോടിക്കണക്കിന് രൂപ അവർ പിരിച്ചത്. ഇപ്പോൾ ആപ്പ് കാണാനില്ല. ആപ്പ് എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ വേറെ എന്തൊക്കെ ആപ്പ് തപ്പി നടക്കുന്നുണ്ട്. എത്ര തുക കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോക്കറ്റിൽ കൈയിട്ട് നടക്കുന്നുണ്ട്. എന്നല്ലാതെ ഇവർക്ക് ഒരു തുക പോലും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എന്നാണ്. അവർക്ക് ആ കണക്കൊന്നുമില്ല. എന്തായാലും അരുൺകുമാറിന്റെ ആ ഒരു ചർച്ചയ്ക്കിടയ്ക്ക് ഇതിനി കണക്ക് പറയുന്നത് കേട്ടോളൂ. നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, ഇപ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റി വയനാട് ദുരന്തത്തിനായി പിരിച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് 92,99,000, ഏതാണ്ട് 1 കോടിയോളം രൂപ. 1 കോടിയില്ല, 92,99,000 രൂപ. ആ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CPM കേന്ദ്ര കമ്മിറ്റി നൽകിയിട്ടുണ്ട്. ഇതിൽ CPM പോഷക സംഘടനകളുടെ അങ്ങനെയാണെങ്കിൽ സുനിൽ, കോൺഗ്രസ് ഇന്ന് നമ്മുടെ രാജു പി നായർ ഒരു വലിയ ബോംബ് കോൺഗ്രസിനുള്ളിലിട്ട് പൊട്ടിച്ചേക്കുക. നാളെ ഈ കണക്ക് CPM പറയും. അതെ, ഈ കണക്ക് നാളെ CPM ഔദ്യോഗികമായി പറയുകയും ചെയ്യും അല്ലെ? CPM വേണമെങ്കിൽ ഔദ്യോഗികമായി പറയാം, ഇതാണ് CPIM കേന്ദ്ര കമ്മിറ്റി പിരിച്ച പണം. അല്ല, അങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസ് കൊടുക്കൂലേ? തീർച്ചയായും 92,99,000 രൂപയാണ് സെൻട്രൽ CPM ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞ രാജു പി നായർ വിചാരിച്ചത് താൻ എന്തൊരു വലിയ ഗംഭീര ചർച്ച നടക്കുന്നതാണ്. അതും മാധുവിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ചർച്ച ചെയ്യും. മാധു ആണെങ്കിൽ ആ സമയത്ത് തന്നെ CPM സഹായിക്കാൻ എന്നോണം അറിയത്തില്ല. വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് കളയാം എന്ന് പറയുന്നു. അരമണിക്കൂറിൽ ആ വിവരം കിട്ടുന്നു. അപ്പോഴത്തേക്കും ചർച്ച കഴിഞ്ഞു, അരമണിക്കൂറിൽ വിവരം കിട്ടുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ CPM ഇതൊരു പുതിയ പിടിവള്ളിയാണ്. ഞങ്ങളെ ഇതാ നിങ്ങൾ ചോദിച്ച പുതിയ കണക്കുകൂടി ഞങ്ങൾ ഇതാ തരുന്നു. ഇനിയും ഞങ്ങൾ ആവർത്തിക്കുന്നു, നിങ്ങളുടെ കണക്ക് എവിടെ, നിങ്ങൾ പിരിച്ച പൈസ എവിടെ, അത് ആരുടെ പോക്കറ്റിലാണ്, ഏത് അക്കൗണ്ടിലാണ്, എത്ര തുകയാണ് പിരിച്ചത്, ആ ആപ്പ് എവിടെ എന്ന് അവർ വീണ്ടും കോൺഗ്രസിന് ചോദിക്കാനുള്ള ഒരു ചോദ്യം ബാക്കിയിട്ട് പോയിട്ടാണ് സത്യം പറഞ്ഞാൽ ആ പാവം കോൺഗ്രസ് തന്നെ രാജു പി നായർ പോയത്. ഇത് ഒരു പ്രകോപനത്തിന്റെ ഭാഗമായിട്ട് ചുമ്മാ ചോദിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഇതെന്തൊരു വണ്ടർ സംഭവം എന്നൊക്കെ ഏത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ആരൊക്കെയോ പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായിട്ടും ചോദിച്ചായിരിക്കാം. എന്തായാലും പെട്ടുകിടക്കുന്നത് കോൺഗ്രസ് തന്നെ എന്നുള്ള സംശയത്തിൽ നമുക്ക് വേറൊന്നും പറയാനില്ല. ബൈ.